നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടൊരു ടൂർ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഭരണങ്ങാനം, പട്ടുമല, പാഞ്ചാലിമേട്, വാഗമൺ വഴി കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസത്തെ സ്റ്റേ ഉൾപ്പെടെ 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത്. സ്ഥിരമായിട്ട് മൂന്നാറും മറ്റുമൊക്കെ കണ്ടു മടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് റൂട്ടാണ് ഈ ഒരു ട്രിപ്പ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ പിന്നെ ഡ്രോൺ വാങ്ങിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡ്രോൺ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ആംഗിളിൽ നിന്നുള്ള നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാനും സാധിക്കും. നമ്മൾ ട്രിപ്പ് പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും പള്ളികളും ഒക്കെ നമ്മൾ വാഹനങ്ങൾ നിർത്തി ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എറണാകുളം സൗത്ത് നിന്ന് നമ്മൾ ഏകദേശം ഭരണങ്ങാനം പള്ളിയിലേക്കാണ് ആദ്യം പോകുന്നത്. എറണാകുളം സൗത്ത് നിന്ന് ഭരണങ്ങാനം പള്ളി ഒരു ഏകദേശം 70 കിലോമീറ്ററാണുള്ളത്. 2.25 മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് അത്യാവശ്യം നോർമൽ സ്പീഡിലേക്ക് ഓടിച്ചെത്താം. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. ഭരണങ്ങാനം പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സെൻറ്റ് മേരീസ് ഫെറോന ചർച്ച് ഭരണങ്ങാനം. അപ്പോൾ പള്ളിയുടെ ഒരു ഡ്രോൺ ഷോട്ട് നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് അൽഫോൺസാമയുടെ കല്ലറയും വരുന്നത്. അൽഫോൺസാമയുടെ ടോംബ് കൂടി കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയത്. ആ ദൂരെ കാണുന്നതാണ് അൽഫോൺസാമയുടെ പള്ളി. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വിഷ്വലാണ് ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. അതിലെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ഷോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ഒരുപാട് തീർത്ഥാടകർ ദിനം തോറും വരുന്നൊരു സ്ഥലമാണ് കേട്ടോ സെൻറ്റ് അൽഫോൺസാമയുടെ ചർച്ച്. അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ അകത്തേക്ക് കയറാണ്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമോ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറി അധികം ഷോട്ട് എടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. എൻട്രൻസിൽ തന്നെ അൽഫോൺസാമയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറുമ്പോൾ ആൾക്കാരുടെ തൊട്ട് മുൻപിലായിട്ട് തന്നെ കല്ലറ നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് പേര് അവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. നമ്മളും വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അതാണ് കുട്ടികൾ അവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കയറി അധികം ഷൂട്ട് ചെയ്തില്ല. പുറത്തും മറ്റൊരു അൽഫോൺസാമയുടെ വലിയൊരു ഛായാചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയും ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലെ പ്രാർത്ഥനയുടെ ചടങ്ങുകളുടെ മറ്റു സമയങ്ങളും അൽഫോൺസാമയുടെ ജീവിതത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അൽഫോൺസാമയുടെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്നത് പട്ടുമലയിലേക്കാണ്. പട്ടുമലയിലേക്ക് ശരിക്കും ഇവിടെ നിന്ന് 2 റൂട്ടുണ്ട് മെയിനായിട്ട്. അതായത് ഒന്ന് വാഗമൺ വഴി കുട്ടിക്കാനം വഴി കയറി നമുക്കൊരു 66 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഒരു 2.25 മണിക്കൂർ വേണ്ടി വരും ആ വഴി എത്താൻ. അല്ലെങ്കിൽ പിന്നെ മുണ്ടക്കയം വഴി വേണം. അപ്പോൾ നമ്മൾ മുണ്ടക്കയം വഴി വന്നത്. മുണ്ടക്കയം വഴി വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു പള്ളിയും കൂടി കണ്ടു കേട്ടോ. പൈങ്ങന പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു പള്ളി കണ്ടത്. പള്ളി കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി ഒതുക്കി ഒരു ഡ്രോൺ ഷോട്ട് എടുത്താണ്. കാര്യം പള്ളിയുടെ പുറകിലൊരു മല കണ്ടപ്പോൾ എനിക്ക് തോന്നി ഡ്രോൺ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വിഷ്വൽ കിട്ടുമെന്ന്. അത് ഏതായാലും വെറുതെ ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് ഈ ഡ്രോൺ വിഷ്വൽസ് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. നമ്മുടെ ഭരണങ്ങാനത്ത് നിന്ന് പട്ടുമലയൊക്കെ വരുന്ന റൂട്ടിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ വന്നപ്പോഴാണ് നമ്മൾ ഈ പൈങ്ങനാപ്പള്ളി, മുണ്ടക്കയം പൈങ്ങനാപ്പള്ളി സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിന് മുമ്പിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വഴി വന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പള്ളി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. പള്ളി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഈ ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നല്ല കാഴ്ചകൾ കാണാനും പറ്റി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഡ്രോൺ അത്യാവശ്യം ഉയരത്തിൽ വെച്ചിട്ട് കറക്കിയെടുക്കുമ്പോൾ ആ മുണ്ടക്കയം പൈങ്ങനാപ്പള്ളി ഏരിയയുടെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. ഒരുപാട് മലകളും കൃഷി സ്ഥലങ്ങളും പിന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ വലിയ വലിയ മരങ്ങൾ വന്നിട്ട് വീടുകൾ കവറായി പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് വീടുകൾ അധികം കാണാൻ പറ്റാത്തത്. ഒരുപാട് വീടുകളൊക്കെ ഉള്ള നല്ല കടകളൊക്കെ ഉള്ള ഏരിയയാണ്. ശരിക്കും എനിക്കാണ് ഒരു മുണ്ടക്കയം ഏകദേശം ഒരു ടൗൺ ഏരിയയും കൂടിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ പട്ടുമല മാതാവിൻ്റെ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭരണങ്ങാനത്ത് നിന്ന് ഏകദേശം 64 കിലോമീറ്റർ, അതായത് ഏകദേശം 2 മണിക്കൂർ താഴെ ട്രാവൽ ചെയ്താണ് നമ്മൾ പട്ടുമല പള്ളിയിലേക്ക് എത്തിയത്. നല്ല കോട പോകുന്ന വിഷ്വൽ നിങ്ങൾക്ക് കാണാം. നല്ല കോടയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺ പരമാവധി ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ കിട്ടില്ല. ആ ഒരു ചെറിയ ഉയരത്തിൽ വെച്ചെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താഴികക്കുടമൊക്കെ ഉള്ളൊരു പള്ളിയാണിത്. ഏറ്റവും വലിയൊരു താഴികക്കുടമുള്ളൊരു പള്ളിയാണ്. ഇവിടുത്തെ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സെപ്റ്റംബർ 8-നാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ കേട്ടോ. ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിൻ്റെ നിയന്ത്രണത്തിലുള്ള ദേവാലയമാണിത്. ഡീറ്റെയിൽഡ് വീഡിയോ പട്ടുമലയെക്കുറിച്ചുള്ളത് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഒന്ന് കയറി കണ്ടേക്കാം. പട്ടുമല പള്ളിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ട്രിപ്പ് മുൻപോട്ട് തന്നെ പോകാം. നമുക്കിനി റിട്ടേണാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് മുൻപോട്ട് പോയാൽ തേക്കടി പോകാം, 24 കിലോമീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ട് കയറി കമ്പം തേനി കയറി അങ്ങനെ പോകാം. അപ്പോൾ അങ്ങനെ ട്രിപ്പ് നമുക്ക് വലുതാക്കി അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും പോകാം. പക്ഷേ നമുക്കിനി തിരിച്ച് പാഞ്ചാലിമേടാണ് പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് തന്നെ കുറച്ച് റിട്ടേൺ പോകണം കേട്ടോ നമ്മുടെ പാഞ്ചാലിമേട്ടിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു പള്ളിയുടെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ഈ സൈഡിൽ ഒരു ആരാധനാലയവും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മാതാവിൻ്റെ ഗ്രോട്ടോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു മരത്തിൽ കുറേ കൊന്തകൾ തൂക്കിയിട്ടുണ്ടോ, എണ്ണാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ കൊന്തകൾ. എന്തെങ്കിലും നേർച്ചയാണോ കാര്യങ്ങളാണോ എന്ന് അറിയില്ല. അറിയാവുന്നവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ആരെങ്കിലും 1-2 പേര് തൂക്കി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ കൊണ്ടും തൂക്കിയതാവാനാണ് സാധ്യത. സാധാരണ എല്ലായിടത്തും ഓരോ ചടങ്ങുകളും പരിപാടികളൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ തൊട്ടിൽ കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ കൊന്ത കെട്ടി അങ്ങനെ തുടങ്ങിയതുമായിരിക്കാം. പിന്നെ വേളാങ്കണ്ണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്
ഈ കൊച്ചു വേളാങ്കണ്ണി എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഇവിടെ കാണാം, വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കണ്ടാൽ നിങ്ങൾ മുകളിൽ. നമുക്ക് വേണം സ്റ്റെപ്പ് കയറി അതിൻ്റെ അകത്തൊക്കെ ചെല്ലാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേറെ കിടക്കുന്നുണ്ട്, പട്ടുമല പള്ളിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കോടമഞ്ഞിലേക്ക് കോട മൂടിയ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് താഴ്വാരം റിസോർട്ട് ഹോംസിലാണ്. അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാഞ്ചാലിമേടാണ്. പട്ടുമലപ്പള്ളിയിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് ഉള്ളത്. പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതുപോലെ കോടയൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് റൂട്ടാണെന്ന് പറയാം. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, പീരുമേട് കുട്ടിക്കാനം റോഡൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വളഞ്ഞങ്ങാനം വാട്ടർഫാൾ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നാളെ വാഗമൺ വഴി തിരിച്ചു പോകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നുണ്ട്. അപ്പം നമുക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എടുക്കാം. ഇപ്പം നമ്മൾ കോടയൊക്കെ കണ്ട് ട്രാവൽ ചെയ്ത് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 6 ഡബിൾ ബെഡ്റൂം കോട്ടേജുകളും 11 സിംഗിൾ ബെഡ്റൂം കോട്ടേജുകളും വരുന്ന ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണിത്. ഇവിടുത്തെ പ്രൈസ് ഡീറ്റെയിൽസ്, ഫുഡ്, പിന്നെ ഇവിടെ വരുന്ന എല്ലാ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് കയറി കണ്ടേക്കാം. ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട്, മൗണ്ടൻ ആൻഡ് വാലി വ്യൂ, റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ കോട്ടേജുകളും റൂമുകളും ഒക്കെ കേട്ടോ. നല്ല സെറ്റപ്പായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പൂൾ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി പൂൾ പറഞ്ഞില്ലേ, അത് കിഡ്സ് പൂളോട് കൂടിയിട്ടാണ് ഇൻഫിനിറ്റി പൂൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇറങ്ങാം, നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ പൂളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ, ഇപ്പം നല്ല കോട മൂടിയ അവസ്ഥയാണ്. കുറച്ചേരം കഴിഞ്ഞ് കാണുമ്പോൾ കോടയൊക്കെ മാറി തെളിഞ്ഞിട്ടുണ്ടോ. അങ്ങനെ ഓരോ സമയത്തും ഓരോ വ്യൂ ആണ്. ചെറിയൊരു ചാറ്റൽ മഴ അടക്കം വരാം. ഈ ഒരു ഡ്രോൺ ഷോട്ടിൽ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. അങ്ങനെ പല സമയത്തും പല കാഴ്ചകളാണ് ഇവിടെ. ചില സമയത്ത് കോടയും മേഘമൊക്കെ നേരെ താഴത്തേക്ക് ഇറങ്ങി വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷ്വലും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് വാലി വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ ഒരു പള്ളി കണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആ പള്ളി ഉള്ളത്. പക്ഷെ നമുക്ക് പോകേണ്ട റൂട്ടല്ല, ഓപ്പോസിറ്റ് സൈഡാണ്. എങ്കിലും ഒന്ന് പോയേക്കാമെന്ന് കരുതി പിറ്റേ ദിവസം ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ. പള്ളി ചെറുതാണെങ്കിലും പള്ളിയുടെ ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഒരു വ്യൂവും കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയും. ഇടുക്കി ജില്ലയിലെ കണയങ്കവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ വരുന്ന സെൻറ്റ് മേരീസ് ദേവാലയമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഡ്രോൺ വിഷ്വൽസ് ഏതായാലും എനിക്ക് സൂപ്പറായിട്ട് തന്നെ തോന്നി. നിങ്ങളുടെ അഭിപ്രായം നല്ലതായാലും മോശമാണെന്നെങ്കിലും എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം കേട്ടോ. ഈ പള്ളികൾ നമ്മൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മതപരമായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ല, ഒരു തീർത്ഥാടനമൊന്നുമല്ല. ആ ലാൻഡ്സ്കേപ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഡ്രോൺ ഒന്ന് കറക്കി കാണുമ്പോഴേ ദൂരെകളിലൊക്കെ മലനിരകൾ, കൃഷിത്തോട്ടങ്ങൾ, അതുപോലെ ഇനി ഫോറസ്റ്റ് ഏരിയ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഫോറസ്റ്റ് ഏരിയ ഉണ്ടാകാം. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് ഈ സ്ഥലം വലിയ പരിചയമുള്ള സ്ഥലമല്ല. പാഞ്ചാലിമേട് വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പള്ളി വരുന്നത് കേട്ടോ. അങ്ങനെ ഈ പള്ളി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഏതായാലും ഇവിടെ വരെ വരാൻ തോന്നിയത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പള്ളിയുടെ മുമ്പിലത്തെ കുരിശടിയും അതുപോലെ പള്ളിയുടെ മുമ്പിലത്തെ മാതാവിൻ്റെ ക്രോട്ടയും അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടു കേട്ടോ. പള്ളിയുടെ ബോർഡും കൂടി ഞാൻ ഏതായാലും ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത് വാഗമണിലേക്കാണ്. പോകുന്ന വഴിക്ക് നമുക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എടുക്കാനുണ്ട്. കാര്യം ഇന്നലെ 2 പ്രാവശ്യം അതിൻ്റെ മുമ്പിലൂടെ പോയെങ്കിലും മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒന്നിൽ പിഴച്ചാൽ 3 എന്നാണ് പറയണം. അതുപോലെ 3ാമത്തെ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന് സെറ്റായി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല വെയിലും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നലെ മഴ ചതിച്ചെങ്കിലും ഇന്ന് അതിൻ്റെ ഗുണം നമുക്കുണ്ടായി. അത്രയും വെള്ളം അവിടെ ഉണ്ടായിരുന്നു. ഈ വഴി പോകുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു പ്രത്യേക ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ അതുപോലെ വണ്ടികൾ നിർത്തുമ്പോൾ കഴിക്കാനുള്ളതായിട്ടുള്ള കുറേ കടകളും ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളും സ്റ്റേഷനറി കടകളും എല്ലാം അവിടെയുണ്ട്. പക്ഷേ പാർക്കിങ് കുറച്ച് ശോകമാണ്. ഒരു 10-20 വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വണ്ടി നിർത്തുമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ദൂരെ നിർത്തി നടന്നിടക്കാൻ വരേണ്ടി വരും. പിന്നെ അത്യാവശ്യം കുറേ അക്കന്മാരും സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. സംഭവം കുറച്ച് റിസ്കി ഷോട്ടാണ് ഇവിടെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ. കാര്യം മരക്കൊമ്പുകളെല്ലാം റോഡിലേക്ക് ചാടിയും പ്രൊജക്റ്റ് ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോണിൻ്റെ പരിപാടി അപ്പോൾ തീരും. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തൊരു ഷോട്ടാണെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അതിന് ഇതായിട്ട് നിങ്ങളൊന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ വാഗമണിലേക്ക് പോവുകയാണ്. വാഗമണിൽ തന്നെ ഒരുപാട് ലൊക്കേഷനുകളാണെങ്കിലും നമ്മൾ ആദ്യം പോയത് വാഗമൺ മെഡോസിലേക്കാണ്. പോകുന്ന വഴിക്ക് ഇത് ട്രാൻസ്പോർട്ടൊക്കെ പോകുന്നുണ്ട് മഞ്ഞിൻ്റെ ഇടയിൽ കൂടി. അങ്ങനെ ഒരു വിഷയമാണ്. അപ്പോൾ അവിടെ നിർത്തിയെടുത്താണ്. ഈ വ്യൂ പോയിന്റ് ഏതാണെന്ന് എനിക്കറിയാം. ശരിക്കും ഒരു വ്യൂ പോയിന്റ് അല്ല, നട്ടുച്ച സമയം ഒരു 12:45 സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്തുള്ള ക്ലൈമറ്റ്, ആ സമയത്ത് ഇത്രയും കോട റോഡിലേക്ക് ഇറങ്ങി വന്നൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തിയെടുത്തതാണ്. ചെറിയൊരു ബോർഡൊക്കെ അവിടെ കാണാം, ബാർന്നൊക്കെ എഴുതിയത്.
അങ്ങനെ നമ്മൾ വാഗമൺ മെഡോസിലേക്ക് മൊട്ടക്കുന്നിലേക്ക് എത്തിയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി ഡ്രോൺ പറപ്പിക്കാൻ വേണ്ടി 750 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അകത്ത് കയറി കുറച്ച് നേരം കഴിഞ്ഞ വഴിക്ക് മഴ അങ്ങോട്ട് പെയ്തു. ഡ്രോൺ ബാഗിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലെന്ന് വേണം പറയാം. പിന്നെ നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്നിട്ട് മഴ മാറിയില്ല. അപ്പോഴേക്കും ഒരു 4:30 മണിയായി. ഇവിടെ 3 മണി സമയത്ത് ഇവിടെ എത്തിയതാണ്. ഏതായാലും ഡ്രോണിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ വേസ്റ്റായി എന്ന് വേണം പറയാം. ഏതായാലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ തൽക്കാലം ഒതുക്കിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. വാഗമൺ കുരിശുമലയിലേക്ക് എത്തിയാണ്. അപ്പോൾ തോമാസ് ലീഹയുടെ ഒരു സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉയരത്തിലാണ്. അത്യാവശ്യം നല്ല കോടയുണ്ട്. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞു, 4:45 ആയിട്ടുള്ള സമയം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മല കയറി, നമ്മുടെ മലയാറ്റൂർ പോലെ മല കയറി പോകുന്നൊരു കുരിശുമലയാണിത്. പക്ഷേ നമ്മൾ അകത്തേക്ക് മല കയറിയില്ല. കാര്യം ഒന്നാമത് യാത്ര ചെയ്ത് തളർന്നിരിക്കുന്നു, പിന്നെ കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാർ പാർക്കിംഗ് വരെ പോയുള്ളൂ. ആ സ്ഥലത്ത് വെച്ച് എടുക്കാൻ പറ്റിയ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്താണ്. ഈ വഴിയാണ് മലയിലേക്ക് കയറി പോകാനുള്ളത്. അവിടെയും ഒരു കർത്താവിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൽക്കാലം ഡ്രോൺ ഷോട്ട്സൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ അത്യാവശ്യം നമുക്ക് ഡ്രോണൊക്കെ പറപ്പിക്കാൻ പറ്റും. മഴ ഉണ്ടായില്ല, കോട മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ കോട ഒരു സെറ്റപ്പ് വ്യൂ ആണ്. പക്ഷേ കോട ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോയിട്ട് നല്ലൊരു വ്യൂ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയതാണ്. കരിക്കാട് വ്യൂ പോയിന്റ് എന്നാണ്. നല്ല ഉയരത്തിലുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ലൈറ്റായിട്ടുള്ള മഴയുണ്ട്. അത് കാരണം ഡ്രോൺ നമുക്കിവിടെ പറത്താൻ പറ്റിയില്ല. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഒരു വശത്ത് കരിങ്കല്ലിൻ്റെ വലിയൊരു മല, മറുവശത്ത് ഒരുപാട് മലകളുടെ വ്യൂ, നല്ല കാറ്റ് സെറ്റപ്പ് എല്ലാം. പിന്നെ ഒരു കരിമ്പുലിയുടെ സ്റ്റാച്ചു അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസിലായിപ്പോയി. മഴയുള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് കരിമ്പുലിനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കരിമ്പുലി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ടോ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വണ്ടി നിർത്തിയൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ 38 കിലോമീറ്റർ കുരിശുമലയിൽ നിന്ന് ട്രാവൽ ചെയ്ത് പാലാ ടൗണിൽ എത്തിയപ്പോൾ ഒരു പള്ളി കണ്ടു. ആ പള്ളിയുടെ അങ്ങോട്ട് കയറി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഡ്രോൺ ഷോട്ടായിരുന്നു നമ്മുടെ ലക്ഷ്യം. സെൻറ്റ് മേരീസ് ചർച്ച് ലാലം പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. ലാലം പഴയ പള്ളിയാണിത്. നല്ല ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തപ്പോൾ ദൂരെ ഒരു ടവർ പോലെ കണ്ടു കേട്ടോ. ക്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അതും ഒരു കുരിശുപള്ളിയാണെന്ന് അറിഞ്ഞത്. പാലാ നിവാസികൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സാധനം ശ്രമിക്കുക. കാരണം പാലയിൽ നമ്മൾ അധികം പോയിട്ട് വരാത്തതുകൊണ്ട് അത് അറിയാതെ പോയതാണ് കേട്ടോ. ആ പള്ളിയിൽ നിന്ന് ജസ്റ്റ് 200 മീറ്ററേ ഉള്ളൂ ഈ കുരിശുപള്ളിയിലേക്ക്. അപ്പോഴേക്കും നമ്മൾ ഇരുട്ടായി, 7 മണിയായി. എന്നാൽ അവിടെയും കൂടി പോയിട്ട് ആ കുരിശുപള്ളിയുടെ വീഡിയോ കൂടി നമ്മൾ ഡ്രോണിലൊന്ന് പറത്തിയെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കൂടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങൾക്കും ഈ റൂട്ടിലൂടെ 2 ദിവസം കൊണ്ട് അധികം ധൃതിയൊന്നും പിടിക്കാതെ സ്മൂത്തായിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയി വരാൻ പറ്റുന്നതാണ്. ട്രിപ്പൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റേ ചെയ്ത താഴ്വാരം റിസോർട്ടിൻ്റെ വീഡിയോയും പട്ടുമലപ്പള്ളിയുടെ ഡീറ്റെയിൽ വീഡിയോയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സമയം പോലെ ഒന്ന് കണ്ടേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇനിയും വരുന്ന വീഡിയോകളൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മുൻപോട്ട് പോകുള്ളൂ. അതും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.